ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യനും അതുപോലെ തന്നെ ആനന്ദും കൂടെ നേരെ ശ്രീദേവിയുടെ വീട്ടിൽ കല്യാണം വിളിക്കാൻ ചെന്നല്ലോ. അപ്പോൾ ശ്രീദേവി അമ്പലത്തിൽ പോവാൻ ഇറങ്ങുകയാണെന്നാണ് ഇവരോട് പറയുന്നത്. അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് നല്ല സുന്ദരിയായി സെറ്റ് സാരിയൊക്കെ ഉടുത്തിറങ്ങി വരിക കേട്ടോ. ബാലൻ എന്തായാലും നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു ഇവരെല്ലാവരും ചെല്ലുമെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആഡംബരമായിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പറയാനുണ്ട്, എന്തായാലും ബൈക്കിലല്ലേ വന്നത്, ശ്രീദേവി ചേച്ചിയും കൊണ്ടൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാൻ ആര്യം പറയാം. അത് വേണ്ട, എങ്കിൽ പിന്നെ നീ ഒറ്റയ്ക്കായി പോവില്ലേ ആര്യാന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഏയ്, ഞാനങ്ങനെ ഒറ്റയ്ക്കൊന്നും ആവത്തില്ല. ഈ ഏരിയയിലേക്ക് എനിക്ക് ഒത്തിരി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവരെയൊക്കെ കണ്ടിട്ട് ഞാൻ വീട്ടിലേക്ക് അങ്ങ് പൊക്കോളാം. നീ ഒറ്റയ്ക്ക് നടന്നു പോകാനാണോ? അതിനിപ്പോൾ എന്താ കുഴപ്പം? പിന്നെ പരിചയമുള്ള ഏരി തന്നെയാണ് ചേട്ടാന്ന് പറയാട്ടോ. അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് ഞാൻ പൊക്കോളാം. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറയാട്ടോ. അങ്ങനെ ആനന്ദിൻ്റെ വണ്ടിയിലേക്ക് നമ്മുടെ ശ്രീദേവിയെ കയറ്റി വിടാനായിട്ട് പ്ലാൻ ചെയ്യണം. ആ സമയം പോകുന്നതിന് മുൻപേ ശ്രീദേവീനെ നമ്മൾ ശ്രീകല വിളിച്ച് മാറ്റി നിർത്തിയിട്ട് കുറേ ഉപദേശങ്ങൾ കൊടുക്കുക കേട്ടോ. മോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, അതിനാണ് ഇങ്ങോട്ട് വിളിച്ചത്. എന്താ അമ്മേ, ഞാൻ ആനന്ദേട്ടനോട് വണ്ടി പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേന്നോ? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനല്ലേ അവൻ. അവൻ്റെ കൂടെ എവിടെ കറങ്ങാൻ പോയാലും ബീച്ചിലോ പാർക്കിലോ ഹോട്ടലിലോ ഒക്കെ പോയെന്നും പറഞ്ഞ് എനിക്കൊരു പ്രശ്നമില്ല മക്കളെ, സന്തോഷം തന്നെയാണ്. പക്ഷേ നിന്നോട് ചിലത് എനിക്ക് പറയാനുണ്ട്. പിന്നെ ആനന്ദിനെ പോലെ ഒരുത്തനെ കിട്ടിയതേ നമ്മുടെ വലിയ ഭാഗ്യമാണ്. ആവശ്യമില്ലാത്തതൊന്നും അവനോട് പറഞ്ഞു വെക്കരുത്. പിന്നെ നിൻ്റെ കല്യാണം എൻ്റെ സ്വപ്നമാണ്. നല്ല രീതിയിൽ വലിയ രീതിയിൽ വേണം നമ്മുടെ കല്യാണം നടത്താൻ, അതറിയാമല്ലോ. പിന്നെ ഇപ്പോഴത്തെ ഒരു ചടങ്ങുണ്ടല്ലോ വലിയ വലിയ വീടുകാർ നടത്തും പോലെ, മഞ്ഞ കല്യാണം, സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കും അങ്ങനെയൊക്കെ ചെയ്യണം. ആ ഒരു കാര്യങ്ങളൊക്കെ നീ സംസാരിക്കണം കേട്ടോ ആനന്ദിനോട്. എന്നിട്ട് നിൻ്റെ വഴിക്ക് അവനെ വരുത്തിക്കണം. നാളൊരു കാലത്ത് നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവരറിഞ്ഞാലും നിന്നെ അവൻ കൈവിടരുത്. ആ രീതിയിലാക്കി മാറ്റണം. പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ മോക്ക് നല്ലൊരു ഉപദേശം പറഞ്ഞു വിട്ടിട്ടാണ് പോകണേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ബൈക്കിൻ്റെ പുറകിൽ കയറിയിരുന്ന് ശ്രീദേവി പോവാട്ടോ. ബൈക്കിൻ്റെ പുറത്ത് കയറുമ്പോൾ തന്നെ വീഴാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പിടിച്ച് കയറ്റി വീടാണ്. ഈ സമയം ആര്യൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞ് അപ്പുറത്തൂടെ പോവാട്ടോ. വീട്ടിലാണെങ്കിലും ഇത്രയും വിളിച്ചും കൊണ്ട് നമ്മുടെ ഗോമതി നേരെ മീനാക്ഷിയുടെ അമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി ഓട്ടോയ്ക്കകത്തിരുന്നും കൊണ്ട് മിത്ര പലതവണ ചോദിക്കുകയാണ്, അപ്പച്ചി എങ്ങോട്ടാണ് പോണേ, ഒന്ന് പറയോ, എവിടെയാണ്, കല്യാണം വിളിക്കാനാണോ ആരെങ്കിലും? എന്നാൽ പിന്നെ ലെറ്റർ ഒന്നും എടുത്തില്ലല്ലോ, എന്താ കാര്യം? മിത്രേ, നീ ഒന്ന് മിണ്ടാതിരുന്നു, എനിക്ക് തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിക്കുമ്പോൾ, അപ്പച്ചി എന്തിനാ എന്നോട് ദേഷ്യം പെടുന്നേ? കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, പ്രശ്നമുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എങ്ങോട്ട്? ഞാൻ മീനാക്ഷിയുടെ വീട്ടിലേക്കാണ്. ദൈവമേ, മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമാവില്ലേ അമ്മേ? ഇതിപ്പോൾ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ വന്ന് പറഞ്ഞിരിക്കണം ചേച്ചി. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളും കൂടെ പോയാൽ ആകെ പ്രശ്നമാവില്ലേ എന്ന് പറയുമ്പോൾ ഗോമതി പറയണം, ആവട്ടെ, പക്ഷേ ഇതെങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്ത് ശരിയാക്കണം മോളെ. അവൾക്ക് ആരുമില്ല, നമ്മളുണ്ട്. എന്നാലും അച്ഛനും അമ്മയും അവളോട് ഇങ്ങനെ കാണിക്കണം ശരിയാണോ? അവൾ അതിനു വേണ്ടി വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇറങ്ങി വന്നു എന്നൊരു തെറ്റ്, അവളോട് ക്ഷമിക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആരുമില്ലാതെ ഒറ്റപ്പെടുമ്പോൾ അച്ഛനും അമ്മയും മാറി നിൽക്കുമ്പോഴുള്ള വേദന അതെനിക്ക് മനസ്സിലാവും. ഞാൻ അത്രത്തോളം അനുഭവിച്ചതാണ് മോളെ. അതുകൊണ്ട് തന്നെ അവളെ അങ്ങനെ ഒറ്റയ്ക്കാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്കും എല്ലാവരും വേണം. പിന്നെ ആകാശേട്ടൻ പോലും അവിടെ ചെന്നിട്ട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെയാണോ ഇനി നമ്മളോട് പെരുമാറുന്നത്? അതായിക്കോട്ടെ, നമ്മളോട് അവരെങ്ങനെ വേണോ പെരുമാറിക്കോട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്, അതെനിക്ക് അവരുടെ മുഖത്ത് നോക്കി പറയണം. മീനാക്ഷിയുടെ അമ്മേനെ കണ്ടാലും മതി, അതുകൊണ്ടാണ് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് നമുക്ക് തിരിച്ച് വരേം വേണം എന്ന് പറയാട്ടോ. എന്തായാലും മീനാക്ഷി എനിക്ക് അങ്ങനെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല മോളെ. അവളൊരു പാവമാണ്. ആരെങ്കിലും മുഖം വീർത്തിരുന്നാൽ പോലും അവൾ പൊട്ടിക്കരഞ്ഞു. അത്രയ്ക്ക് പഞ്ചപാവമാണ് അവൾ. നിനക്കറിയില്ലേ അവളുടെ സ്വഭാവം? ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അവൾ തന്നെയാണ്. പിന്നെ നിൻ്റെ കാര്യത്തിനും ഒക്കെ അറിയാമല്ലോ നിനക്ക്. പിന്നെ അത് മാത്രമല്ല, നിനക്ക് അവളുടെ വീട് അറിയില്ലേ? നിങ്ങൾ സംസാരിച്ചപ്പോഴൊക്കെ അവളുടെ വീടിൻ്റെ സ്ഥലമൊക്കെ അറിയത്തില്ലേ? അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഏരിയയിൽ പോയിട്ട് തഹസീൽദാറിൻ്റെ വീട് ഏതാണെന്ന് ചോദിക്കാം എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഓട്ടോക്കാരൻ ചോദിക്കുന്നത്, ആ ചേച്ചി തഹസീൽദാറിൻ്റെ വീടാണോ ചേച്ചി അന്വേഷിച്ച് പോകുന്നത്? എന്നാൽ പിന്നെ എനിക്കറിയാം, അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ കൊണ്ട് നിർത്തിത്തരാം, മേടിക്കണ്ടെന്ന് പറയാം. അങ്ങനെ അവർക്കതൊരു ആശ്വാസമാവും കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ശ്രീദേവിയും കൂട്ടി നേരെ അമ്പലത്തിലേക്ക് ആനന്ദ് വരും കേട്ടോ. അവിടെ വന്നിട്ട് കുശലങ്ങൾ ചോദിക്കുന്നതിനിടയിൽ കൂടെ ആനന്ദ് വണ്ടി ഇങ്ങനെ നിർത്തുമ്പോൾ തന്നെ ബ്രേക്ക് ചവിട്ടണമെന്ന് ശ്രീദേവി പേടിച്ച് ആനന്ദിനെ കെട്ടിപ്പിടിക്കുകയാണ്. അതും കൂടെ കാണാം. ആനന്ദ് ആകെപ്പാടെ സന്തോഷവും ടെൻഷനും നാണവും ഒക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ വണ്ടിയിൽ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ ആദ്യമായിട്ടാണല്ലേ ബൈക്കിൽ കയറുന്നത്? അതെ. അപ്പോൾ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ പയ്യന്മാരുടെ വണ്ടിയിലൊക്കെ കാണുമല്ലോ ഫ്രണ്ട്സൊക്കെ, അവരുടെ ഒന്നും കയറിയിട്ടില്ലേന്ന് ചോദിക്കുക കേട്ടോ. ഇല്ല. അതെന്താ, കോളേജിൽ പോയിട്ടില്ലേ? ഇല്ല. കോളേജിൽ പോയിട്ടില്ലേ? പിന്നെ MA ഇംഗ്ലീഷാ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്.
അതെ, അതൊക്കെയാണ്. പക്ഷേ ഞാൻ പഠിച്ച കോളേജിൽ ആണുങ്ങളില്ലായിരുന്നു എന്ന് പറയട്ടോ. ഓ അത് ശരി, ഞാൻ ഓർത്തില്ല കേട്ടോ. അങ്ങനെ ഓർക്കാതെ ഓരോന്നും ചോദിക്കില്ലേ ആനന്ദേട്ടാ എന്നും പറഞ്ഞിട്ട് നേരെ വിളിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോകട്ടോ. അങ്ങനെ അവരെല്ലാവരും തൊഴുകയാണ്. അപ്പോൾ പോറ്റി ചോദിക്കുന്നുണ്ട്, ഇത് ഗോമതി സ്റ്റോർ ബാലൻ്റെ മോനല്ലേ, കല്യാണം കഴിഞ്ഞോ? അപ്പോൾ ചോദിക്കുന്നു, ഇല്ല, ഇത് ഞാൻ നമ്മൾ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്, ഉടനെ കല്യാണം ഉണ്ടാവും എന്ന് പറയാം. നല്ല ഐശ്വര്യമുള്ള കുട്ടി കേട്ടോ. എന്തായാലും മോന് നന്നായിട്ട് ചേരും, ദീർഘായുസ് ഉണ്ടാവട്ടെ, നല്ലൊരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുക കേട്ടോ. അങ്ങനെ അവർ തൊഴുത് തിരിച്ചിറങ്ങുമ്പോൾ പെട്ടെന്ന് ആനന്ദ് പറയുന്നുണ്ട്, ഇത്ര വേഗം പോകണോ, നമുക്ക് കുറച്ച് എവിടെ അങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് പോയാൽ പോരെയെന്ന്. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഒരിടത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തെക്കുറിച്ച് എന്താ സങ്കല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. അപ്പോൾ തന്നെ ശ്രീദേവി പെട്ടെന്ന് അമ്മ പറഞ്ഞ കാര്യം ഓർക്കുക കേട്ടോ. ഈ ഒരു അവസരം മുതലാക്കണമല്ലോ. കല്യാണത്തെ പറ്റി എന്താ സങ്കല്പം, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മഞ്ഞ കല്യാണവും പിന്നെ സേവ് ദ ഡേറ്റും അങ്ങനെയൊക്കെ, അതെല്ലാം ഇപ്പം പറയാം. അങ്ങനെ അതെല്ലാം അവിടെ ഇരുന്നു കൊണ്ട് ആനന്ദിനോട് പറയട്ടോ, ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ. ആണോ, ഇതൊക്കെയായിരുന്നോ മനസ്സിലിരിപ്പ് എന്ന് ചോദിക്കുക. അതെ, പക്ഷേ ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ആനന്ദ് ചോദിക്കണം, അതെന്താ നടക്കാത്ത കാര്യം, എന്താ പെട്ടുപോയി, അടുത്തിന് എന്ത് മറുപടി പറയണമെന്ന് ആലോചിച്ചിരിക്കട്ടെ. എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്